ഇതെന്തുകൊണ്ടും UDFന് നല്ല കാലം. സ്വർണം മങ്ങിയാൽ എന്താ, വജ്രം പോലെ തിളങ്ങുന്നല്ലോ വലതുപക്ഷം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF ചതുപ്പിലേക്ക് എറിഞ്ഞുകൊണ്ട് മുന്നണിയുടെ ഈ നേട്ടത്തിനൊപ്പം നിൽക്കാൻ ഒരുപാട് കൈകളാണ് മുന്നോട്ട് വരുന്നത്. ഇപ്പോഴിതാ ജോസ് കെ മാണിയെ തൂത്തെറിഞ്ഞ ബിനു പുളിക്കക്കണ്ടത്തിന്റെ കുടുംബം UDFന് കൈ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ബിനു പുളിക്കക്കണ്ടം വിജയിച്ച 13, 14, 15 വാർഡുകളിലെ ജനങ്ങളുടെ അഭിപ്രായം കണക്കിലെടുത്താണ് UDFനൊപ്പം നിൽക്കുവാൻ കുടുംബം തീരുമാനിച്ചുറപ്പിച്ചത്. പൊതുജനങ്ങളിൽ നിന്നും അഭിപ്രായം എഴുതി വാങ്ങുകയായിരുന്നു. ആവശ്യം അംഗീകരിച്ചതും പൊതുജനങ്ങളുടെ ആ എഴുത്തിലായിരുന്നു. എല്ലാ ജനങ്ങളും UDFനൊപ്പം എന്നാണ് ഓരോ ജനങ്ങളും എഴുതിയത്. വോട്ടർമാരിൽ 90% പേരും UDFനൊപ്പം നിൽക്കണമെന്ന അഭിപ്രായം പറഞ്ഞിരുന്നു. പ്രധാന ആവശ്യമായത് ആദ്യത്തെ 2 വർഷം ബിനുവിന്റെ മകൾ ദിയ പുളിക്കക്കണ്ടത്തിന് നഗരസഭ ചെയർപേഴ്സൺ സ്ഥാനം നൽകണമെന്ന ഉപാധിയാണ് ഇവർ UDFനൊപ്പം മുന്നിൽ വെച്ചിരിക്കുന്നത്. UDFന്റെ നിലപാടോ, ബിനു പുളിക്കക്കണ്ടം മുന്നോട്ട് വെക്കുന്നത് എന്താവശ്യവും അംഗീകരിക്കാൻ തയ്യാറാണ് എന്നതാണ്. കഴിഞ്ഞ തവണ CPM എടുത്ത ചില തീരുമാനങ്ങളിൽ വോട്ടർമാർക്കിടയിൽ അതൃപ്തി ഉണ്ടായിരുന്നു. ആ വികാരം കൂടി പരിഗണിച്ചാണ് ഇത്തവണ UDFനെ പിന്തുണയ്ക്കുവാൻ കുടുംബം തീരുമാനിച്ചത്. UDF ഇതാ അധികാരം പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നാട്ടകം സുരേഷ് ഇറങ്ങിക്കളിച്ചതോടെയാണ് പാലാ നഗരസഭ ഇപ്പോൾ UDFന് കൈ കൊടുത്തിരിക്കുന്നത് എന്നതും നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഘടകമാണ്. ജോസ് കെ മാണിയുടെയും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെയും അഹങ്കാരം ശമിപ്പിക്കുവാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും സ്വതന്ത്രമായിട്ട് മത്സരിച്ച 4 പേരും അതിനായിട്ട് കോൺഗ്രസിനൊപ്പം നിൽക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്തുവെന്നാണ് പ്രധാന കാരണം. KM മാണി എന്ന നേതാവ് സ്വന്തം കുഞ്ഞിനെ പോലെ പരിപാലിച്ചു പോന്ന നഗരസഭയാണ് ഇപ്പോൾ LDFന്റെ കയ്യിലിരിപ്പ് കൊണ്ട് ജോസിനെ തട്ടിത്തെറിപ്പിച്ച വലതുപക്ഷത്തിനൊപ്പം ചേരുന്നത്. ജനസഭ വിളിച്ചു ചേർത്ത് ആർക്കാണ് പിന്തുണ എന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. ഇതിന് മുന്നോടിയായിട്ട് നടന്ന ധാരണയിലാണ് UDFനൊപ്പം നിൽക്കാമെന്ന് സ്വതന്ത്രർ അറിയിച്ചതും. പുളിക്കക്കണ്ട കുടുംബത്തിൽ നിന്നുമുള്ള 3 പേരും UDF വിമതരായിട്ട് മത്സരിച്ച് വിജയിച്ച മായയുമാണ് ഇപ്പോൾ കോൺഗ്രസിന് കൈ കൊടുക്കുവാൻ സജ്ജരായിരിക്കുന്നത്. കഴിഞ്ഞ ഭരണസമിതിയിൽ CPM ചിഹ്നത്തിൽ വിജയിച്ച ഏക അംഗമായിരുന്നു ബിനു. കേരള കോൺഗ്രസ് എമ്മുമായുള്ള തർക്കങ്ങളെ തുടർന്ന് ഇദ്ദേഹത്തെ പിന്നീട് CPIM പാർട്ടിയിൽ നിന്നും പുറത്താക്കുകയായിരുന്നു. ആ കലിപ്പിൽ നിൽക്കുന്ന ബിനുവിന് ഇപ്പോൾ ജോസിനെയും CPMനെയും തീർക്കുവാനുള്ള അവസരമാണ് കിട്ടിയിരിക്കുന്നത്. 4 പതിറ്റാണ്ട് കാലം കേരള കോൺഗ്രസ് എം പാല നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റായിരുന്ന PV സുകുമാരൻ നായരുടെ മക്കളാണ് ബിനുവും ബിജുവും. ഈ കുടുംബത്തിന്റെ രാഷ്ട്രീയപരമായ വ്യത്യസ്ത നിലപാടുകളാണ് ഇപ്പോൾ പാലയെ വേറിട്ട് നിർത്തുന്നത്. ഇനി പാലായുടെ ചരിത്രത്തിൽ മാണി വിഭാഗം അധികാരത്തിൽ എത്തില്ല എന്നും എന്ത് വില കൊടുത്തും അത് തടയുകയാണ് ലക്ഷ്യമെന്നും പ്രഖ്യാപിക്കുന്ന നാട്ടകം സുരേഷ് അതിനുള്ള നീക്കുപോക്കിനുള്ള വഴികൾ നേരത്തെ തന്നെ അരക്കെട്ടുറപ്പിച്ചിരുന്നു. ആകെ 26 സീറ്റിൽ 12 സീറ്റിലും LDF ആണ് വിജയിച്ചത്. 10 സീറ്റിൽ UDFും വിജയിച്ചു. 4 സ്വതന്ത്ര വിജയിച്ചത്. സ്വതന്ത്രയിൽ 3 പേര് പുളിക്കക്കണ്ടം കുടുംബത്തിൽ നിന്നുമുള്ളതാണ്. മുൻ CPM കൗൺസിലർ ബിനു പുളിക്കക്കണ്ടം, സഹോദരൻ ബിജു പുളിക്കക്കണ്ടം, ബിനുവിന്റെ മകൾ ദിയ പുളിക്കക്കണ്ടം എന്നിവരാണ് സ്വതന്ത്രമായിട്ട് മത്സരിച്ച ഒരേ കുടുംബത്തിൽ നിന്നും ഉള്ളവർ. ഇതിനു പുറമെ 19 വാർഡിൽ നിന്നും കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച മായ രാഹുലും വിജയിച്ചു. 4 പേരുടെയും അന്തിമ തീരുമാനത്തിനായിട്ട് കാത്തിരിക്കുകയായിരുന്നു മുന്നണികൾ. ആദ്യം UDFുമായി ചർച്ച നടത്തുമെന്നാണ് ജനസഭയിൽ ബിനു പുളിക്കക്കണ്ടം വ്യക്തമാക്കിയതും ഇപ്പോൾ ഉറപ്പു നൽകിയതും. ബിനുവും ബിജുവും ദിയയും മത്സരിച്ച വാർഡുകളിൽ UDF സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നില്ല. ഇതുകൊണ്ട് പുളിക്കക്കണ്ടം കുടുംബം പിന്തുണയ്ക്കുമെന്ന ഉറച്ച പ്രതീക്ഷ UDFന് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. കോൺഗ്രസ് വിമതരായിരുന്നുവെങ്കിലും മായ രാഹുൽ പുളിക്കക്കണ്ടം കുടുംബത്തിന്റെ തീരുമാനത്തിനൊപ്പം നിന്നേക്കും. ആദ്യ ടൈമിൽ തന്നെ ചെയർപേഴ്സൺ സ്ഥാനം നൽകുവാൻ UDF തയ്യാറാകുമോ എന്നാണ് ഇനി നോക്കേണ്ടത്.